നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗസയെ സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും മുന്നറിയിപ്പും. ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ തകർന്ന ഗസയെ പുനർനിർമ്മിക്കാം എന്ന വാഗ്ദാനമാണ് ട്രംപ് നൽകിയത്. എന്നാൽ അവിടെയുള്ള പലസ്തീനികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകണം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ചരിത്രപരമായ ഈ പ്രഖ്യാപനം. ഗസയെ പൂർണ്ണമായി പുനർനിർമ്മിക്കാം, പക്ഷേ ഗസയ്ക്ക് മേൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് US ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ലോകം ചില ആശങ്കകൾ പുലർത്തുന്നത്. ഗസ മുനമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പലസ്തീനികൾക്ക് തിരികെ ഗസയിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ ഇസ്രയേലും നെതന്യാഹുവും ഒക്കെ പിന്താങ്ങി. ഗസയെ ശുദ്ധീകരിച്ച് പലസ്തീനികളെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റും എന്ന ആശയം മുൻപ് തന്നെ ട്രംപ് പ്രകടിപ്പിച്ചതാണ്. എന്നാൽ ആശയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് US-ന്റെ തീരുമാനമെന്ന് പിന്നീട് നെതന്യാഹു വിശദീകരിച്ചു. ഗസ ഇനിയൊരിക്കലും ഭീഷണിയാകില്ല എന്നുറപ്പാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. തീവ്രവാദത്തിന്റെ കേന്ദ്രമായിരുന്ന ഭൂമിക്ക് വ്യത്യസ്തമായ ഒരു ഭാവിയാണ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തിനെതിരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുയരുന്നു. ട്രംപിന്റെ തീരുമാനത്തെ തങ്ങൾ എതിർക്കുന്നുവെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. യുദ്ധാനന്തരം പലസ്തീൻ ഭരണമാണ് അടിസ്ഥാന തത്വമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ചൈന വ്യക്തമാക്കി. ട്രംപിന്റെ പരാമർശങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഖഗൻ ഫിദാൻ പറഞ്ഞു. ഗസയിലുള്ള പലസ്തീനികളെ നിർബന്ധപൂർവ്വം പുറത്താക്കി ഗസയെ പുനർനിർമ്മിക്കരുത് എന്ന് ഈജിപ്ത് പ്രതികരിച്ചു. സൗദിയും ഇപ്പോൾ തന്നെ എതിർപ്പറിയിച്ചു കഴിഞ്ഞു. ഗസ ഞങ്ങൾ ഏറ്റെടുക്കും, അവിടെയുള്ള പൊട്ടിത്തെറിക്കാത്ത ബോംബുകളും ആയുധങ്ങളുമൊക്കെ നിർവീര്യമാക്കും, തകർന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റും, പ്രദേശത്തുള്ളവർക്ക് ജോലിയും പാർപ്പിടവും നൽകി അവിടെ സാമ്പത്തിക വികസനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗസ മുനമ്പിനെ ഒരു പർദീസിയാക്കി മാറ്റുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതിന് തൊട്ടു പിന്നാലെ ഈ ലക്ഷ്യം എങ്ങനെ കൈവരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും ട്രംപിന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. ആവശ്യമായതൊക്കെ US ചെയ്യും, US സൈന്യത്തെ ഗസ മുനമ്പിലേക്ക് അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്രയേലിന് മാത്രമല്ല, മൊത്തം ഗൾഫ് മേഖലയ്ക്ക് തന്നെ ഗുണകരമായിരിക്കും അമേരിക്കയുടെ ഈ നീക്കം. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനല്ല, എല്ലാവർക്കും ഞങ്ങൾ ജോലി നൽകുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഒരു വശത്ത് നെതന്യാഹു ഇസ്രായേലിന് ഭീഷണി ഉണ്ടാവാത്ത തരത്തിൽ ഗാസ മുനമ്പിനെ പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മറുവശത്ത് ഗാസ മുനമ്പ് പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് ട്രംപും. ഗ്രീൻലൻഡ്, കാനഡ, പനാമ കനാൽ എന്നിവ ഏറ്റെടുക്കുന്നത് പോലെയുള്ള വന്യമായ ആശയങ്ങളാണ് ഇക്കുറി ട്രംപ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഗാസ മുനമ്പ് ഏറ്റെടുക്കുന്ന വിഷയത്തിലും ട്രംപ് എത്രമാത്രം മുന്നോട്ടു പോകുമെന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. പ്രാന്തമായ തീരുവകൾ ചുമത്തി ട്രംപ് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ ഗണ്യമായ ഇളവുകൾ ഇപ്പോൾ നേടിയെടുത്തു കഴിഞ്ഞു. വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്ന ഭീഷണിയുടെ ഫലമായി 2020 UAE-യുമായുള്ള ഒരു സാധാരണവൽക്കരണം നേടിയെടുക്കാനും അന്ന് ട്രംപിന് കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും സ്വാധീന ശക്തിയായ സുന്നി വിഭാഗത്തെ ഒപ്പം നിർത്തിയാണ് ട്രംപിന്റെ പല കരുനീക്കങ്ങളും. ഇക്കുറി ഗാസ മുനമ്പ് ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം സുന്നി വിഭാഗം എത്തരത്തിൽ നോക്കിക്കാണും. ഒരു വശത്ത് ഗ്രീൻലൻഡ് കൂട്ടിച്ചേർക്കാനോ കീഴടക്കാനോ ഉള്ള ട്രംപിന്റെ ആഗ്രഹം, മറുവശത്ത് 2.3 ദശലക്ഷം ഗസക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുമെന്ന ട്രംപിന്റെ കാഴ്ചപ്പാട്. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ പലസ്തീനുകളെ കൂട്ടത്തോടെ മാറ്റുകയെന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ അത് യാഥാർത്ഥ്യവുമായി എത്രമാത്രം ചേർന്നു പോകും? ഇത്തരമൊരാശയം ലോകത്തിനു മുന്നിൽ ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കുമ്പോൾ ഇത് ഇസ്രായേലിന് ഗുണമാണോ ദോഷമാണോ എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഗസയിലെ പലസ്തീനികളെ കൂട്ടത്തോടെ സ്വീകരിക്കാൻ ഈജിപ്തും ജോർദാനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. ഈജിപ്തും ജോർദാനും ഒക്കെ ഭയക്കുന്നത് കൂടുതൽ പലസ്തീനികൾ തങ്ങളുടെ രാജ്യത്തെത്തിയാൽ അത് ചില ആഭ്യന്തര യുദ്ധങ്ങൾക്ക് വഴിവെക്കുമെന്നാണ്. മുസ്ലിം ബ്രദർഹുഡിന് വീണ്ടും സ്വാധീനമുറപ്പിക്കാൻ ഇത് അവസരമൊരുക്കും. ഹമാസിനെയും അവരുടെ ബന്ധുക്കളായ മുസ്ലിം ബ്രദർഹുഡിനെയും ഒക്കെ ഈ രാജ്യങ്ങൾ പൂർണ്ണമായും ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗസ മുനമ്പിൽ ഒരു പ്രത്യേക രാഷ്ട്രവാദം ഉയർത്തുമ്പോഴും ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കാൻ ഈജിപ്തും ജോർദാനും ഒക്കെ താൽപര്യപ്പെടുന്നത്. 1970-കളിൽ യാസർ അറാഫത്തും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ചേർന്ന് ജോർദാൻ പിടിച്ചെടുക്കാൻ ഒരു പദ്ധതി ഇട്ടിരുന്നു. 2012 മുതൽ 2013 വരെ ഹമാസിന്റെ സഹായത്തോടെ മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്ത് പിടിച്ചെടുക്കാൻ ചില നീക്കങ്ങൾ നടത്തി. ട്രംപിന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് എത്രമാത്രം പലസ്തീനികൾ
ഗസ മുനമ്പ് വിട്ട് മറ്റിടങ്ങളിലേക്ക് കുടിയേറും എന്ന സംശയവും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊക്കെയുണ്ട്. ഒരു വശത്ത് പലസ്തീൻ ദേശീയത, മറുവശത്ത് ഹമാസ് പ്രത്യയശാസ്ത്രം. ജനിച്ചു വളർന്ന നാട് വിട്ട് എത്ര പലസ്തീനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറും? എണ്ണയില്ലാത്ത മിഡിൽ ഈസ്റ്റിലെ ഒരു മരുഭൂമിയായ തരിശുഭൂമി അമേരിക്ക എന്തിനേറ്റെടുക്കണം എന്ന ചോദ്യം ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഉയർന്നു കേൾക്കുന്നു. ട്രംപിന്റെ ഇത്തരമൊരു പ്രഖ്യാപനത്തിന് പിന്നാലെ വരുന്ന ആഘാതം പോസിറ്റീവായിരിക്കുമോ നെഗറ്റീവായിരിക്കുമോ എന്നീ ആശങ്ക ഇസ്രയേലിനും നെതന്യാഹുവിനുമൊക്കെ പൂർണ്ണ വിജയം അവകാശപ്പെടാൻ കഴിയും ട്രംപ് ഇത്തരമൊരു നിലപാടെടുത്തപ്പോൾ. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂടുതൽ വിശദീകരണവുമായി അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങി. ഗസ മുനമ്പിന് പുറത്ത് എല്ലാ പാലസ്തീനികളെയും ശാശ്വതമായി മാറ്റിപ്പാർപ്പിക്കണമെന്നല്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചത്. അവരെ താൽക്കാലികമായി നീക്കം ചെയ്യുക മാത്രമാണ് വൈറ്റ് ഹൌസ് ലക്ഷ്യമിടുന്നത് എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി പറയുന്നു. ആളുകളെ സ്ഥിരമായി പുനരധിവസിപ്പിക്കാൻ മനോഹരമായ ഒരു പ്രദേശം കണ്ടെത്തണം. US പ്രസിഡന്റിന്റെ നിർദ്ദേശം ഇപ്പോഴിതാ അമേരിക്കയിലെ തന്നെ സഖ്യകക്ഷികളും എതിരാളികളുമൊക്കെ ഒരുപോലെ നിരസിച്ചു കഴിഞ്ഞു. ഗസ പുനർനിർമ്മിക്കാനായി അവരെ താൽക്കാലികമായി ഗസയ്ക്ക് പുറത്തേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയാണ് അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർക്കും. പലസ്തീനികൾ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റുമോ എന്ന ചോദ്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഗസയുടെ നിയന്ത്രണം ഒരു കാരണവശാലും ഇനി ഹമാസിന് തുടരാൻ കഴിയില്ല എന്ന നിലപാട് ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ വിജയമാണ്. ഗസ പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ പലസ്തീനികളെ അവിടെ താമസിക്കാൻ അനുവദിക്കുമെന്ന് ട്രംപ് തന്റെ പദ്ധതി പ്രഖ്യാപിച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞതായി വാൾസ് ചൂണ്ടിക്കാട്ടി. പക്ഷേ ഹമാസിന് ഗാസയിൽ തുടരാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് US-ഉം ഇസ്രയേലും ഒരുമിച്ച് നിൽക്കുന്നത്. ഇസ്രയേൽ സർക്കാർ സ്വയം പ്രതിരോധിക്കുമ്പോൾ ഞങ്ങൾ അവരെ പിന്തുണയ്ക്കും. വൈറ്റ് ഹൌസിന്റെയും റൂബിയോയുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വരുന്നു. മറുവശത്ത് ട്രംപിന്റെ പദ്ധതി ലോകം കൂടുതൽ ശക്തിയായി ചർച്ച ചെയ്യുന്നു. ഇതിനിടയിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറുമൊക്കെ പാളുമോ എന്ന ഭയം പൊതുവെ ലോകരാജ്യങ്ങൾക്കുണ്ട്. ഈജിപ്തും ഖത്തറുമൊക്കെ വലിയ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു. കരാറിന്റെ 2ാം ഘട്ട 3ാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുന്ന സമയമാണിത്. ഗസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധങ്ങളും ഒരു വശത്തുയരുന്നു. പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല എന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ഏതൊരു നീക്കവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഗസയിലെ അവസ്ഥയെക്കുറിച്ചുള്ള UN പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശമാണ് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടത്. എന്നാൽ അത്തരം അവകാശങ്ങൾ ഇല്ലാതാക്കാൻ അമേരിക്കയും ട്രംപും ശ്രമിക്കരുത്. പരിഹാരങ്ങൾക്കായുള്ള അന്വേഷണം പ്രശ്നം കൂടുതൽ വഷളാക്കാനാവരുത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വംശീയ ഉന്മൂലനം ഒഴിവാക്കണമെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഒരു വശത്ത് ട്രംപിന്റെ പ്രഖ്യാപനം, മറുവശത്ത് വിജയശ്രീലാളിതനായി അമേരിക്കയിൽ നിന്ന് മടങ്ങുന്ന നെതന്യാഹു. യുദ്ധമുറകൾ കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം നെതന്യാഹു തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.